പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നൊരു റിലീഫ് റാലി വരികയും ഇൻഡെക്സ് 0.86% ഉയർന്ന് 22,300 മുകളിൽ 22,336 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് 1,640 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 597 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. ഒട്ടുമിക്ക ഇൻഡെക്സുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 0.74%, നിഫ്റ്റി IT 0.51%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.26% ഉയർന്നു. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 2,915 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്ത്യ വിക്സ് 5.65% ഇടിഞ്ഞ് 12 എന്ന ലെവലിലേക്ക് എത്തിയതിനെ തുടർന്ന് എല്ലാ സെക്ടറുകളിലും ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. PSU ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ സെക്ടറുകളാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സ്മാൾ ക്യാപ്, മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗോൾഡ്, ഓയിൽ തുടങ്ങിയ കോമഡിറ്റികളുടെ പ്രൈസിലും ഒരു റിലീഫ് വന്നത് മാർക്കറ്റിനെ അപ്സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 22,300 എന്ന ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് വരും സമയങ്ങളിൽ മാർക്കറ്റ് 22,600, 22,700 തുടങ്ങിയ ലെവലുകളെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,150 എന്ന ലെവലായിരിക്കും. L&T, ബജാജ് ഫിനാൻസ്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് നീക്കിയത്. L&T 2.67%, ബജാജ് ഫിനാൻസ് 2.3%, ICICI ബാങ്ക് 1.94% ഉയർന്നു. ബ്രോഡർ മാർക്കറ്റിൽ ഒട്ടുമിക്ക സെക്ടറുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. എക്കോണമിയെ സംബന്ധിച്ച് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ത്യയുടെ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ 17.70% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 16.64 ലക്ഷം കോടി രൂപയുടെ ഡയറക്റ്റ് ടാക്സ് ആയിരുന്നു. ഇപ്പോഴത് 19.58 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സിൽ 17.7% വർധനവ് വന്നത് എക്കോണമിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. $6.5 ബില്യൺ ഇടിവാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ വന്നിരിക്കുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.70% ഇടിഞ്ഞ് $86.68 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും ഇന്ത്യൻ എക്കോണമിക്ക് ഉണർവ് നൽകുന്ന ഒരു അപ്ഡേറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള അഡ്വാൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ആഴ്ച വരാൻ പോകുന്ന ചൈനയുടെയും ജപ്പാൻ്റെയും അമേരിക്കയുടെയും എക്കണോമിക് ഡാറ്റകളായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. സമ്മർ സീസൺ അതിൻ്റെ പീക്കിലേക്ക് എത്തിയതിനെ തുടർന്ന് കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റുകളുടെയും വൈറ്റ് ഗുഡ്സിൻ്റെയും ഡിമാൻഡിൽ വളരെ വലിയ വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലെ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ വളരെ വലിയ ഡിമാൻഡ് വരികയും ചെയ്തു. വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ആംബർ എൻ്റർപ്രൈസസ്, വേൾപൂൾ ഇന്ത്യ, സിംഫണി തുടങ്ങിയ സ്റ്റോക്കുകൾ 2024 വർഷത്തിൽ ആൾറെഡി 50% ഉയർന്നു. ഇൻഡെക്സ് വെറും 2% റിട്ടേൺ നൽകിയപ്പോൾ മാത്രമാണ് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റ് പറയുന്നത് വേൾപൂൾ ഇന്ത്യ, സിംഫണി, ഹാവൽസ് ഇന്ത്യ, ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇനിയും 11% റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഉയർന്ന ചൂട് പ്രതീക്ഷിക്കാം. സൗത്തേൺ ഇന്ത്യയിൽ ആൾറെഡി ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റെഫ്രിജറേറ്റർ ആൻഡ് AC പ്രൊഡക്റ്റുകളുടെ സെയിൽസ് 200 മുതൽ 250% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് സെക്ടറിലെ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വർദ്ധിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം കൂടിയാണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊഡക്റ്റുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പർ, അലൂമിനിയം തുടങ്ങിയവയുടെ വില മാർച്ച് മാസത്തിന് ശേഷം ഇടിഞ്ഞതും വൈറ്റ് ഗുഡ്സിൻ്റെ സെയിൽസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി മാറി. JM ഫിനാൻഷ്യലിൻ്റെ കണക്കനുസരിച്ച് വോൾട്ടാസ് ഈ വർഷം 2 മില്യൺ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് പ്രോഡക്റ്റാണ് സെൽ ചെയ്തത്. ബ്ലൂ സ്റ്റാർ 1.1 മില്യനും ഹെയർ എന്ന കമ്പനി 0.9 മില്യൺ പ്രൊഡക്റ്റുകളും സെൽ ചെയ്തു. JM ഫിനാൻഷ്യലിൻ്റെ കണക്കനുസരിച്ച് വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് സെക്ടർ 13 മുതൽ 15% വളർച്ച കൈവരിച്ചേക്കും. ഈ സെക്ടറിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് വോൾട്ടാസ്. ഇന്നത്തെ ദിവസവും 6% ഉയർന്ന് 1379 ക്ലോസിംഗ് നൽകി.
വോൾട്ടാസ് എന്ന സ്റ്റോക്ക് 1400 എത്തുകയും അവിടെ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. എന്നാലും ക്ലോസിംഗ് ബേസിസിൽ സ്റ്റോക്ക് 6% ഉയർന്നിട്ടുണ്ട്. 45,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 163. വോൾട്ടാസിന് പ്രമുഖ ഗ്ലോബൽ ബ്രോക്കേജായ UBS ബൈ എന്ന റേറ്റിംഗും 1800 രൂപയുടെ ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. ആൾറെഡി ഈ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നൽകിയതാണ്. എന്നിട്ടും ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകുന്നു. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി റൂം എയർ കണ്ടീഷനിങ് സെക്ടറിൽ വോൾട്ടാസിൻ്റെ മാർക്കറ്റ് ഷെയർ 23% ഉയർന്നേക്കും എന്നാണ് UBSൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ സപ്ലൈ ചെയിൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുകയും കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ വില കുറച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ മാർക്കറ്റിലെ ഒരു ലീഡിംഗ് പ്ലെയറായി മാറാൻ വോൾട്ടാസിന് സാധിച്ചു. വോൾട്ടാസ് എന്ന കമ്പനി ടർക്കിഷ് കമ്പനിയായ ബെക്കോയുമായി ചേർന്ന് വോൾട്ടാസ് ബെക്കോ എന്ന പേരിൽ വോൾട്ട് ബെക്കോ എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി നിർമ്മിക്കുകയും ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സെഗ്മെൻറ്റിൽ 10% മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുകയും ചെയ്തു. വരും സമയങ്ങളിൽ വോൾട്ട് ബെക്കോ എന്ന കമ്പനി 7.9% മാർക്കറ്റ് ഷെയറോടുകൂടി അല്ലെങ്കിൽ 7.9% മാർക്കറ്റ് ഷെയർ കൂടി 2027 അച്ചീവ് ചെയ്യും എന്നാണ് UBSൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ 2027 വോൾട്ടാസിൻ്റെ ടോട്ടൽ റവന്യൂ 100 ബില്യൺ രൂപയ്ക്ക് മുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കൂളിംഗ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിൽ 35% വർധനവ് വോൾട്ടാസ് നേടും എന്നും UBSൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് വോൾട്ടാസ് എന്ന സ്റ്റോക്ക് ഇന്ന് ഉയർന്നത്. വോൾട്ടാസ് എന്ന സ്റ്റോക്ക് ആൾറെഡി വളരെയധികം റണ്ണപ്പായി കഴിഞ്ഞു. ഇയർ ഓൺ ഇയർ ബേസിസിൽ 41% റിട്ടേണും 2024 വർഷത്തിൽ മാത്രം 42% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 63% റിട്ടേണും സ്റ്റോക്ക് നൽകി. ഇന്ന് സ്റ്റോക്ക് 6% ഉയർന്നതോടുകൂടി ഓവർബോട്ട് കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ 43 അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാൽ 19 അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്, 15 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 12 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട്. സെൽ എന്ന റേറ്റിംഗ് നൽകുന്ന അനലിസ്റ്റുകൾ പറയുന്നത് സ്റ്റോക്ക് 15% ഇടിയാനുള്ള സാധ്യതയാണ്. 1400 സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 1400 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വോൾട്ടാസ് എന്ന സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ വോൾട്ടാസിന് 1225, 1200 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ലെവലിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്